ഹലോ ഫ്രണ്ട്സ്, ഗാരേജ് സ്റ്റോറീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളിന്ന് തമ്മിലൊക്കെ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ആയിട്ടൊരു സർപ്രൈസ് ഗിഫ്റ്റ് ബോക്സ്, അതായത് ഒരു 4 തൊട്ട് 6 വരെ പ്ലാൻസ് അടങ്ങുന്ന ഒരു ബോക്സ് കൊടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും 4 അല്ലെങ്കിൽ 4 കൂടുതൽ പ്ലാൻസ് എന്തായാലും കാണും. അങ്ങനെയാണ് നമ്മളിപ്പം പ്ലാൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ഗിഫ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാൻസും റെഡിയാണ്. നമ്മളതൊക്കെ കാണിക്കുന്ന ഇതൊക്കെ കണ്ട് സൂപ്പർ റെഡിൻ്റെ നല്ല ഡാർക്ക് റെഡ് കളർ കയറി വന്ന പ്ലാന്റ്, അത് ഷൂട്ടുള്ള പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ സെയിലിനായിട്ടുള്ള പ്ലാൻസ്. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുവാണെങ്കിൽ കൂടി അതിലൂടെ കാണിക്കുന്ന നമ്മുടെ എന്താ പറയുക പ്ലാൻസ് ഒക്കെ നമുക്ക് സെയിലിനായിട്ടുള്ളതാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാം. ഇതൊക്കെ നമ്മുടെ സൂപ്പർ റെഡിൻ്റെയൊക്കെ ഷൂട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ വീഡിയോയുടെ ഇതും നമ്മുടെ എങ്ങനെയാണ് ഗീവ് അവേ, എങ്ങനെയാണ് ഫ്രീ പ്ലാന്റ് കിട്ടേണ്ട ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയിൽ പറയുന്നതാണ്. കണ്ട് ഇതേപോലെ നല്ല ഡാർക്ക് റെഡ് കളറും ഷൂട്ടൊക്കെ ഉള്ള നല്ല കിഡിലൻ പ്ലാന്റ്സാണ് നമുക്കിപ്പോൾ സെയിലായിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കുറേ പ്ലാന്റ്സൊക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് നല്ല കളേഴ്സുള്ള പ്ലാന്റ്സൊക്കെ സെയിലായിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗീവ് അവേയുടെയൊക്കെ കാര്യം പറയുമ്പം എന്താ പറയുക, നമ്മളിന്ന് ഒരു മെത്തേഡ് സെലക്ട് ചെയ്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമുക്ക് ഇത് നമ്മുടെ എയർ പ്ലാന്റ് ആണ് കേട്ടോ. എയർ പ്ലാന്റ് നമ്മൾ കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നമുക്ക് നല്ല ഓർഡേഴ്സും ഒരുപാട് സെയിലായ പ്ലാന്റാണ്. അപ്പോൾ എയർ പ്ലാന്റിൻ്റെ ഫ്ലവർ ആയ പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലായിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതൊക്കെ നമുക്ക് 160 രൂപയാണ് വരുന്നത് ഫ്ലവർ ആയ പ്ലാന്റ് ബഞ്ചിന്. കാരണം നമ്മൾ അല്ലാതെ കൊടുത്തുകൊണ്ടിരുന്നത് 150-നാണ്. അപ്പോൾ ജസ്റ്റ് ഒരു 10 രൂപയുടെ വ്യത്യാസം നിങ്ങൾക്ക് വരുന്നുള്ളൂ. ഇതെല്ലാം മൊട്ട് വന്നതും കണ്ട, ഇതിലൊക്കെ സൂക്ഷിച്ച് നോക്കി അറിയാം നിങ്ങൾക്ക് മൊട്ടൊക്കെ വന്ന പ്ലാന്റ്. ഇതൊക്കെ 2, 3 ഒക്കെ പൂക്കൾ വിരിഞ്ഞ പ്ലാന്റുകളാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് സെയിലിനായിട്ടുണ്ട്. പിന്നെ ഈ അഗ്ലോണിമാസും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഒട്ടുമിക്ക വെറൈറ്റി നമുക്ക് സെയിലിനായിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഇല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വാട്സപ്പായിട്ടും ചോദിക്കാവുന്നതാണ്. കാരണം കുറേ പേര് പ്ലാന്റ് നടുന്ന രീതിയും കെയറിങ് കാര്യങ്ങളും അങ്ങനെ കുറേ ഡൗട്ട്സൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്നതാണെങ്കിൽ നമ്മൾ മാക്സിമം പറഞ്ഞു കൊടുക്കും. നമുക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തിരക്കിയിട്ട് പലയിടത്തും വേറെ ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് ആയിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കുന്നതിനൊരു മടിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാക്സിമം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. പിന്നെ നമ്മുടെ സെയിലിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പം അതിന് മുന്നേ നമ്മുടെ ഗീവ് അവേ, അതാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഗീവ് അവേയുടെ മെത്തേഡ് ചൂസ് ചെയ്തിരിക്കുന്നത് കമൻ്റ് ഇട്ട് അതിൽ ലൈക്ക് കിട്ടുന്ന ആളെ എന്ന രീതിയിലാണ്. കാരണം നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഏതെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയും, ആ രീതിയിൽ നമുക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാൻ. അപ്പോൾ അതിലൊരാൾ പറയുന്നത് നമുക്ക് സ്റ്റാറ്റസ് ഇട്ടിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്ന ഒരാളെ സെലക്ട് ചെയ്ത് അവരെ വിന്നറായിട്ട് കൊടുക്കാം. പക്ഷേ അതിലൊരു പ്രശ്നം വെച്ചാൽ വേറെ ആളെന്നെ അതിൽ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, അത് പറ്റും തോന്നുന്നില്ല, അതിൽ കുറേ കള്ളത്തരങ്ങൾ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ ഒരാൾ കമൻറ്റ് ഇട്ടു. അപ്പോൾ അത് ഒരുവിധം ശരിയാണ്. പിന്നെ വേറൊരു പ്രശ്നം വെച്ചാൽ എല്ലാവർക്കും ഒരുപാട് കോൺടാക്ട്സ് ഒന്നും കാണത്തില്ല. പ്രത്യേകിച്ച് വയസ്സായവർക്കൊക്കെ വളരെ കുറച്ച് കോൺടാക്ട്സ് ഒക്കെ കാണും. അപ്പോൾ അവരൊക്കെ വീഡിയോ ഒക്കെ നമ്മുടെയൊക്കെ സ്റ്റാറ്റസ് ഇട്ട് അവരിൽ എത്ര പേര് കാണാനാണ്? മാക്സ് 100 പേര് കൂടുതൽ പോലും കാണത്തില്ല. ഒരുപാട് കോൺടാക്ട്സ് ഒന്നും കാണത്തില്ല. ഇപ്പം നമ്മളെ ഒരു എന്താ പറയുക, ഒരു 20 തൊട്ട് ഒരു 40 വയസ്സിനുള്ളവർക്കാണ് കൂടുതൽ കോൺടാക്ട്സും വരുന്നത്. അതായത് ഫ്രണ്ട്സ് കാണും, ഫാമിലി മെമ്പേഴ്സ് കാണും, വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് കാണും. പക്ഷേ വയസ്സായവർക്കൊന്നും അതിനുള്ളൊരു ഓപ്ഷൻ വരത്തില്ല. വയസ്സായാലും ഒരുപാട് വയസ്സായാലും, എന്നാലും വയസ്സായാലും നല്ല രീതിയിൽ നിൽക്കുന്ന കുറേ നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. അവരൊക്കെ നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പം എന്നാലും എല്ലാവർക്കും പരിഗണിച്ച് നമുക്ക് ആ ഒരു ഓപ്ഷൻ പറ്റത്തില്ല, സ്റ്റാറ്റസ് എന്ന രീതിയിൽ. പിന്നെ രണ്ടാമത് വന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീഡിയോ ഇടുമ്പോൾ ആദ്യം അതിൽ നിന്ന് എന്താ പറയുക കമൻ്റ് ഇടുന്ന ഒരാളെ സെലക്ട് ചെയ്യാവുന്നൊരു ഓപ്ഷൻ ഒരാൾ പറഞ്ഞു. അതിൽ തന്നെ വേറെ ആൾ അതിനൊരു നെഗറ്റീവ് വശവും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കത്തില്ല റേഞ്ചും കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് അതിൽ ചെറിയ പ്രശ്നം വരാൻ ചാൻസും ഉണ്ട് അങ്ങനെയെന്ന് പറഞ്ഞു. അപ്പോൾ സംഭവം അവർ പറഞ്ഞത് ശരിയാക്കാണ്. ഇപ്പം നമുക്കാണെങ്കിൽ കൂടി തന്നെ നമ്മളൊരു ഒരാളിട്ട വീഡിയോ ചിലപ്പോൾ നമുക്ക് പിറ്റേ ദിവസം ഒരിക്കലും നോട്ടിഫിക്കേഷൻ വരുന്നത്. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താൽ കൂടിയും നമുക്ക് പയ്യായിരിക്കും ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നത്. നമ്മുടെ റേഞ്ചിൻ്റെ പ്രശ്നവും ഫോണിൻ്റെ നെറ്റ്വർക്ക് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കതും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം നമ്മൾ കഴിഞ്ഞ ഒരു തവണ നമ്മൾ വിന്നറിനെ വെച്ചപ്പോഴത്തേക്ക് ഫസ്റ്റ് കമൻറ്റ് ഇടുന്ന ഒരാളെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഇതിൽ ആ കമൻറ്റ് വന്നിട്ടില്ല. പക്ഷേ ആ കസ്റ്റമർ ഒരു മാഡം പറഞ്ഞു, ആ മാഡം കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതെന്തോ റേഞ്ചിൻ്റെ പ്രശ്നമോ അത് യൂട്യൂബിൻ്റെ ഗ്ലിച്ചാണെന്ന് അറിയത്തില്ല. പക്ഷെ നമുക്ക് അങ്ങനെ കാണാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ആ ഒരു പ്രശ്നമൊക്കെ വന്നുകൊണ്ട് അത് നമുക്ക് ഓർമ്മയുണ്ട് നല്ല രീതിയിൽ. അതുകൊണ്ട് നമ്മൾ വീണ്ടും അത് ആവർത്തിക്കാതെ അങ്ങനെ ഒരു പ്രശ്നം വരരുത്, വേറെ ആർക്കും ഇങ്ങനൊരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് എന്നാൽ നമുക്ക് ആ രീതിയിൽ വേണ്ട. പിന്നെ നമ്മൾ നോക്കിയപ്പം ആകെ നമുക്ക് ഒരു ഓപ്ഷൻ വന്നതും കുഴപ്പമില്ലാതെ തോന്നിയത്
നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടിട്ട് ആ കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആളെ സെലക്ട് ചെയ്യണം. കാരണം വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ല. നമ്മൾ നോക്കിയപ്പോൾ എല്ലാം നമുക്ക് കുറച്ച് എല്ലാവർക്കും അതിന് കുറേ നെഗറ്റീവ് സൈഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ വലിയ നെഗറ്റീവ്സ് ഒന്നും നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല. പിന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിൽ ഏതെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യണം, നിങ്ങൾക്ക് മെസ്സേജ് ഇടാം കേട്ടോ. ആ രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യും. ഇനി നമ്മുടെ ഗീവ് അവേസ് ഒക്കെ എന്തായാലും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത ഗീവ് അവേയിൽ അടുത്ത വിന്നറിനെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്ന മെത്തേഡിൽ നമുക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയും സെലക്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഇന്നത്തെ എന്താ പറയുക, ഈ ഒരു ഗീവ് അവേ വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അതിന് മുന്നേ നമ്മുടെ പ്ലാൻസ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളൊരു ഗിഫ്റ്റ് ബോക്സ് അല്ലെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ് ബോക്സ് ആയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന ആദ്യത്തെ നമുക്ക് അഗ്ലോണിമ വെറൈറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു അഗ്ലോണിമ വെറൈറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു ഫിലഡൻഡ്രോൺ വെറൈറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ എന്താ പറയുക, പിങ്ക് പ്രിൻസ് അല്ലെങ്കിൽ വൈറ്റ് പ്രിൻസിൻ്റെ ഒരു പ്ലാന്റ് കൊടുക്കുന്നുണ്ട്. കാരണം അതെല്ലാം നമുക്ക് അത്യാവശ്യം മാർക്കറ്റ് നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ്. എല്ലാം കൂടെ കൂട്ടി നിങ്ങൾക്ക് ഒരു 1000 രൂപയുടെ മുകളിൽ 1500 രൂപയുടെ മുകളിൽ വർത്ത് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. 1500 അല്ല, അതിലും കൂടുതലുള്ള റേറ്റിന് വരുന്ന പ്ലാന്റുകളായിരിക്കും ഒരാൾക്ക് തന്നെ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ വൈറ്റ് പ്രിൻസ് പിങ്ക് പ്രിൻസ് ആ പ്ലാന്റ് കൊടുക്കുന്നുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഓർക്കിഡ് അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ആൾ നമ്മുടെ പറഞ്ഞ ബൊഗെയിൻവില്ലയും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്ന് റിക്വസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കും ആഗ്രഹമേ ഉള്ളൂ. പക്ഷെ നമ്മൾ സത്യം പറഞ്ഞാൽ ബൊഗെയിൻവില്ല DTDC വഴി അങ്ങനെ അയക്കാറില്ല. നമ്മൾ ആകെ അയക്കുന്നത് പെറ്റ് സർവീസ് വഴി, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മുടെ നമ്മുടെ അല്ലാതെ ഹോം ഡെലിവറി ആ വണ്ടി വഴിയാണ് നമ്മൾ മെയിനായിട്ട് അയക്കുന്നത്. കാരണം DTDCയുടെ ഡാമേജ് വരെ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പ്ലാന്റിൻ്റെ കാര്യത്തിൽ ആ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം നോക്കുക. നമുക്ക് എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ നമ്മൾ ബൊഗെയിൻവില്ലയെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ തന്നെ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഉറപ്പ് പറയുന്നില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ ശ്രമിക്കാം, അങ്ങനെ നോക്കുവാണ്. പിന്നെ വേറെ 1-2 പ്ലാന്റും കൂടെ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിച്ച് വെച്ചിട്ടുണ്ട്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും. എന്തായാലും നമ്മൾ 4 പ്ലാന്റ് അല്ലെങ്കിൽ 4, 5, 6 ഇത്രയും 4 എന്തായാലും 3 കൂടുതൽ പ്ലാന്റ് ഉണ്ട്. 4 പ്ലാന്റെങ്കിലും മിനിമം കാണും നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട്. അത് എന്തായാലും 4 പ്ലാന്റ് മിനിമം ആണ്. പിന്നെ മാക്സിമം 6 പ്ലാന്റ്സ് ഇത്രയുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിന്നർ എന്തായാലും നല്ല ലക്കി ആയിരിക്കും. അപ്പം വിന്നറിനെ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യുന്നതും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ പറയാം. അതായത് നമ്മൾ ഈ കാണുന്ന വീഡിയോയുടെ താഴെ നിങ്ങളൊരു കമൻറ്റ് ഇടുക. അതിന് മുന്നായിട്ട് തന്നെ നമ്മുടെ എന്താ പറയുക, വീഡിയോ മാക്സിമം ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. കാരണം നമുക്കിപ്പോൾ അറിയാൻ പറ്റും യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ നമുക്ക് ഓപ്പണായിട്ട് പബ്ലിക്കായിട്ട് അറിയാനൊക്കെ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ മാക്സിമം ആൾക്കാരിലേക്ക് അയച്ച് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യിപ്പിക്കുക. അപ്പം കൂടുതൽ പേർക്ക് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിക്കുക. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടുക. ആ കമൻറ്റിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഏത് കമൻറ്റിനാണോ ആ ആളെ ആയിരിക്കും സെലക്ട്. ആരുടെ കമൻറ്റിനാണോ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആ വ്യക്തിയായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, ഇതിൽ തന്നെ നമുക്ക് വേറെ വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാക്സിമം നമ്മുടെ സപ്പോർട്ട്സും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളും എന്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ടൊക്കെ രേഖപ്പെടുത്താവുന്നതാണ്. അതിലൊന്നും വേറെ ഒരു ഇഷ്യൂസും ഇല്ല കേട്ടോ. പിന്നെ അടുത്തത് നമ്മളെന്താ പറയുക, നമ്മൾ സാധാരണ നമ്മൾ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് കൊടുക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മുടെ വീഡിയോസിനൊക്കെ സ്ഥിരമായിട്ട് കമൻറ്റ് ഇട്ട് നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്ക് കൊടുക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ നമ്മുടെ വീഡിയോ ചിലപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ആദ്യമായിട്ട് കാണുന്നവർ കാണും. കാരണം അത് യൂട്യൂബ് ഇപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരിലോട്ട് റെക്കമെൻഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ പക്ഷേ നമ്മുടെ ഈ ഒരു വീഡിയോ ആയിരിക്കും ചിലർ ആദ്യമായിട്ട് കാണാം. അപ്പോൾ അവർക്കും ഈ ഒരു വീഡിയോയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. കാരണം നമ്മൾ ഈ ഒരു വിന്നറിനെ പെട്ടെന്നല്ല അനൗൺസ് ചെയ്യുന്നത്, കുറച്ച് ടൈമുണ്ട്. എല്ലാവർക്കും പങ്കെടുക്കാനുള്ള ഒരു സാവകാശം നമ്മൾ തരുന്നുണ്ട്. അപ്പം ആ ഒരു ടൈം അനുസരിച്ചായിരിക്കും നമ്മൾ പ്ലാൻസ് വിന്നറിനെയൊക്കെ സെലക്ട് ചെയ്യുന്നത്. അപ്പം എന്തായാലും ഈ വീഡിയോ ഇറങ്ങിയോ ഉടനെ നമ്മൾ 2 ദിവസം 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസത്തിനുള്ള നല്ല സെലക്ട് ചെയ്യാൻ ടൈമുണ്ട്. എല്ലാവർക്കും പങ്കെടുക്കാം. കാരണം പലരിലോട്ട് നമ്മുടെ ഈ വീഡിയോ എത്തുമ്പോൾ ചിലപ്പോൾ ലേറ്റാണ്. അപ്പോൾ അവർക്കും ഒരു വിഷമം ഉണ്ടാവണ്ട. അപ്പം നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെ അതിന് ശേഷം വരുന്ന നമ്മുടെ ഇതിന് ശേഷം വരുന്ന വീഡിയോസിൽ നിങ്ങൾ നമ്മുടെ വീഡിയോസിൽ കമൻറ്റ് ഇട്ട് നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സബ്സ്ക്രൈബറിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ മാത്രം കമൻറ്റ് ഇട്ട് അതിന് നിങ്ങൾക്ക് നല്ല ലൈക്കുണ്ട്, ഒരു 150-200 ലൈക്കുണ്ട്. പക്ഷേ പിന്നെ നമ്മുടെ വീഡിയോ ലൈക്കും ഇല്ല, കമൻറ്റും ഇല്ല, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ട്. കാരണം നമുക്ക്
ആഗ്രഹം നമ്മുടെ കൂടെ നിൽക്കുന്ന കുറച്ച് പേര് ഇപ്പോഴും നമുക്കറിയാം. പണ്ട് തൊട്ടേ നമ്മൾ വീഡിയോസിലൊക്കെ കുറേ നാളായിട്ട് കമൻറ്റ് ഇടുന്ന ആൾക്കാരുകളും ഉണ്ട്. പിന്നെ ഇടയ്ക്ക് വെച്ച് അവർ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല, പിന്നെ വീണ്ടും വന്ന് അവർ കമൻറ്റ് ഇടും. കാരണം അപ്പോഴും നമ്മൾ ഫ്രീ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാറില്ല. എന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലത്തെ സബ്സ്ക്രൈബേഴ്സായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവരെയാണ് നമ്മളും തിരിച്ച് സ്നേഹിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഈ ഗിഫ്റ്റ് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി വരുന്ന വീഡിയോസിലും കമൻറ്റ് ഇട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്കാണ് നമ്മൾ ഈ ഇതൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ മാത്രമല്ല, ഇതിന് ശേഷം വരുന്ന വീഡിയോസിൽ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. കാരണം എന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെ വിന്നറിനെ അനൗൺസ് ചെയ്യാൻ പറ്റൂ. കാരണം അതിന് മുന്നത്തെ തവണയൊക്കെ നമ്മൾ വിന്നറിനെ ഇങ്ങനെ അനൗൺസ് ചെയ്തപ്പോഴത്തേക്ക് അവരൊക്കെ ആ ഒരു വീഡിയോയ്ക്ക് മാത്രം കമൻറ്റ് ഇട്ടു. പിന്നെ നമ്മുടെ വീഡിയോസ് ഒന്നും കാണാറില്ല, കമൻറ്റിലോ ഒന്നുമേ ഇല്ല. പിന്നീട് നമ്മൾ എപ്പോഴേലും ഒരു ഇതേപോലെ ഫ്രീ ഗിഫ്റ്റ് എടുക്കുമ്പോൾ പിന്നും വന്ന് അവർ കമൻറ്റ് ഇടും. അപ്പോൾ അങ്ങനെ അവർ ഗിഫ്റ്റ് പ്രതീക്ഷിച്ച് മാത്രം വരുന്നുണ്ട്. പക്ഷേ അതൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ നമ്മുടെ കൂടെ സപ്പോർട്ടിന് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കാണ് നമ്മളിത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്ക് വിഷമിക്കണ്ടേ, അവർക്ക് ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. ഇനി വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് കമൻറ്റായിട്ടൊക്കെ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരാളെയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് തന്നെ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റായിട്ട് ചോദിക്കാം, ഇല്ലെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാം. അപ്പോൾ എനിക്കറിയാവുന്ന ആരെങ്കിലും ഞാൻ പറഞ്ഞിരിക്കില്ലെങ്കിൽ നമ്മൾ തിരക്കിയിട്ട് പറഞ്ഞിരുന്നതായിരിക്കും. പിന്നെ ഈ കാണുന്ന പ്ലാന്റ്സ് ഒക്കെ സെയിലായിട്ടുള്ളത് ഈ ഒരു വെറൈറ്റി നമുക്ക് നമ്മുടെ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് വെറൈറ്റി നമ്മുടെ ബട്ടർഫ്ലൈയുടെ ബുഷി പോട്ട്. ഇഷ്ടംപോലെ ഓർഡേഴ്സ് വരുന്ന, കാരണം ഒരുപാട് ഷൂട്ട് ഇത്രയും ഞെരിഞ്ഞ് ഇഷ്ടംപോലെ ഷൂട്ടായിട്ട് നിൽക്കുന്ന പ്ലാന്റ് വെറും 350 നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് നമുക്ക് ഓർഡേഴ്സ് പെട്ടെന്ന് സെയിലായി പോകുന്ന പ്ലാന്റാണ്. പക്ഷെ നമുക്ക് വീണ്ടും പുതിയ സ്റ്റോക്ക് വരുന്നുണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല ഒരുപാട് ഷൂട്ടുള്ള പ്ലാന്റ്. ഇതേ സെയിം സൈസ് തന്നെയായിരിക്കും നമ്മൾ തരുന്നത്. വിത്ത് പോട്ടും അയക്കുന്നുണ്ട്, വിത്തൗട്ട് പോട്ടും അയക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേര് നമുക്ക് വിത്ത് പോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്, അല്ലാതെ വിത്തൗട്ട് പോട്ട് ഓർഡർ ചെയ്തവരും ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാം. പിന്നെ നമ്മുടെ ഈ ട്രൈ കളർ ഇതൊക്കെ അത്യാവശ്യം നല്ല ഡിമാൻഡിലും നല്ല രീതിയിൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള വെറൈറ്റി. ഇതിൻ്റെ ആകെ ഒരു 3-4 പീസേ നമുക്കിനി ബാക്കിയുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. പിന്നെ നമ്മുടെ ഗീവ് അവേയുടെ കാര്യവും സർപ്രൈസ് ഗിഫ്റ്റിൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഒരു 4-6 പ്ലാൻസ് വരെയെങ്കിൽ എന്തായാലും അതിൽ കാണാം, 4 മിനിമം ആണ്. അപ്പം മാക്സിമം പ്ലാൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ തന്നെ നോക്കാം. അപ്പം നമ്മുടെ വിന്നറിന് എന്തായാലും ഇപ്പോഴേ നമ്മളൊരു ഓൾ ദ ബെസ്റ്റ് പറയുന്നുണ്ട്. കാരണം നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്ക് തന്നെ കിട്ടണമെന്നാണ് നമുക്ക് നല്ല രീതിയിലുള്ള ആഗ്രഹം. കാരണം നമ്മൾ പണ്ട് തൊട്ടേ വന്നപ്പോഴത്തൊട്ടേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് വ്യക്തികളും ഉണ്ട്. പക്ഷെ അവരെപ്പോഴും നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ വരാറ്. നമുക്കത് ഭയങ്കര അവരൊക്കെ കമൻറ്റ് ചെയ്യണപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം അതൊക്കെ പണ്ടേ നമ്മൾ ഈ ഒരു ഫ്രീ ഗിഫ്റ്റും അങ്ങനെയൊന്നും കൊടുക്കാത്ത സമയം തൊട്ടേ നമ്മളെ ഗിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ ഒന്നും കണ്ടിട്ടല്ല, നമ്മുടെ വീഡിയോ ഇഷ്ടമായതുകൊണ്ട് നമ്മുടെ എന്താ പറയുക, നമ്മൾ ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്, അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. അപ്പം അതുകൊണ്ടാണ് ആ കാര്യങ്ങളും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തത്. അപ്പോൾ എന്തായാലും നമ്മുടെ വിന്നറിനെ നമ്മൾ കുറച്ച് ടൈം കഴിഞ്ഞിട്ടായിരിക്കും അനൗൺസ് ചെയ്യുന്നത്. കാരണം അത്യാവശ്യം എല്ലാവർക്കും ഇതിലോട്ട് പങ്കെടുക്കാൻ ചാൻസ് കൊടുക്കണം. ആ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഈ കാണുന്നതൊക്കെ നമ്മൾ പാക്കിങ്ങിന് സെറ്റ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ ഒരു എന്താ പറയുക മുന്നത്തെ പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. എല്ലാ തവണ പാക്കിംഗ് വീഡിയോ എടുക്കാറില്ല, വല്ലപ്പോഴൊക്കെയാണ് നമ്മൾ പാക്കിംഗ് വീഡിയോ എടുക്കുന്നത്. ഇത് കുറച്ച് നാൾ മുന്നത്തെ പാക്കിംഗ് വീഡിയോ ആണ്. പിന്നെ നമ്മൾ തൊട്ടടുത്ത് കഴിഞ്ഞ ദിവസത്തെ പാക്കിംഗ് വീഡിയോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അത് 2 മണിയിലേക്ക് ഇന്ന് പാക്ക് ചെയ്യുന്നതൊക്കെയാണ്. അപ്പം എന്താ പറയുക, ഇതേപോലെ നല്ല സേഫായിട്ട് നിങ്ങൾക്ക് പ്ലാൻസൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടും. വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ നമ്മുടെ പ്ലാന്റ് വാങ്ങുന്നവർ നമ്മുടെ വീഡിയോസ് മസ്റ്റായിട്ട് കാണുക. ഷോർട്സ് ഒന്നും കണ്ട് മിക്കവരും ഷോർട്സിൻ്റെ ചെറിയ നമ്മൾ ഇതേപോലെ പാക്കിങ് കണ്ട് വന്നായിരിക്കും വാങ്ങുന്നത്. അതിന് പുറമേ നമ്മുടെ പാക്കിങ്ങിന് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ എങ്ങനത്തെ പ്ലാൻസാണ് പാക്ക് ചെയ്യുന്നത്. പക്ഷേ അതിന് പുറമേ നമ്മുടെ ലോങ് വീഡിയോയും കൂടെ കാണാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ സൈസും ഏതൊക്കെ ടൈപ്പ് പല സൈസിലാണ് നമുക്ക് പ്ലാൻസ് വരുന്നത്. അതെല്ലാം നിങ്ങൾക്ക് ആ വീഡിയോസിലൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോസും ബാക്കി നമ്മുടെ വീഡിയോസ് ഇതിൻ്റെ കൂടെ കാണിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് താല്പര്യമുള്ള പ്ലാൻസ് വാങ്ങാവുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പറയില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ നമ്പറിലേക്ക് അയച്ചു തരാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ ഫ്രീ ഗിഫ്റ്റ് ഇനി അർഹരായിട്ടുള്ളവർക്ക് തന്നെ കിട്ടട്ടെ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്.